ഫോൺ വിളിച്ച് തരാം മാമന്മാർ. മോനെ നിന്റെ മാമൻ വന്നല്ലോ. അഞ്ജനെ ഒന്ന് ഫോൺ ചെയ്ത് കൊടുക്കും. വിളിക്കാം. ഹലോ, പറയടാ ചേച്ചി. പിന്നെ ഡുട്ടുവിനെ ചേച്ചി എടുത്തൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അതാ അവൻ്റെ ഒന്ന് കൊടുക്കട്ടെ ഫോൺ. അവൻ്റെ കൊടുക്കും. ഡുട്ടുവിനെ കൊടുക്കെങ്കിൽ. അമ്മ മമ്മീനെ എപ്പോഴാ വരുന്നത്? എത്ര ദിവസമായി കണ്ടിട്ട്. എൻ്റെ അമ്മയെ എനിക്ക് ഇപ്പം കാണണം. മോനെന്തിനാ വിഷമിക്കണ്ട കേട്ടോ. മോനറിയാമല്ലോ ഇപ്പം കൊറോണയുടെ കാര്യമൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ തിരക്കാന്ന് മോനറിയാലോ, മമ്മി പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് മോൻ വിഷമിക്കാൻ നല്ല വെച്ചായിട്ടിരിക്കും കേട്ടോ. മമ്മി പെട്ടെന്ന് അങ്ങ് ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും മോൻ്റെ അടുത്ത് ഓടി വരാം. ഓക്കെ. വന്ന് കുളിക്കേ. സാരമില്ല മോനെ, വന്ന് കുളിക്കേ. സാരമില്ല മോനെ, മോനെ സാരമില്ല. കരയാറ. എടാ ഇങ്ങി വാടാ, ഇവൻ ഭയങ്കര നിലവിളി. ഇങ്ങി വാടാ. എന്തുവാ ഇവനെന്താ കുഴപ്പമില്ല? നീ എന്തിനാ നടന്ന് വെള്ളം വെക്കുന്നത്? എന്തിനാ ഇട്ടു നീ നടന്ന് വെറുതെ വെള്ളം വെക്കുന്നത്? നിക്ക്, ഞാൻ ഫോൺ എടുത്തിട്ട് നിന്റെ അമ്മയെ ഇപ്പം വിളിച്ചു തരാം. ഇന്നലെ അല്ലേ അങ്ങോട്ട് സംസാരിച്ചത്? നിന്റെ ഇത് പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ അവിടുത്തെ? ഇല്ല, ഞാൻ വിളിച്ചു തരാവേ. ഹലോ, പറയടാ. ഡുട്ടു എന്തോ എടുക്കുന്നത്? അത് പറയാനാ വിളിച്ചത്. അവൻ്റെ കാര്യം വലിയ കഷ്ടം തന്നെ. അവൻ ഇവിടെ കിടന്ന് ഭയങ്കര നിർബന്ധം. അമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് ആഹാരം കഴിക്കുന്നില്ല. അതാ ഇപ്പോൾ ഇവിടെ കിടന്ന് കരയുക. ഒരു ഘട്ടമെങ്കിലും ഒന്ന് കൊണ്ട് കന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവനതൊരാശ്വാസമായിരിക്കും. അത് പിന്നെ ഈ അവസരത്തിൽ എങ്ങനാ? എനിക്കും അവനെ കാണാതെ പറ്റുന്നില്ല. എന്തായാലും ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകാൻ എനിക്കൊന്ന് കാണാമല്ലോ എപ്പോഴത്തേക്ക്. അത് ശരിയാ, അത് കൊള്ളാം. എന്തായാലും ഞാനൊന്ന് ഇറങ്ങാം. ഞാൻ ഇപ്പം അങ്ങോട്ട് ഇറങ്ങാം. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. അവനതൊരാശ്വാസമാവും. ഹലോ, ഞങ്ങളിവിടെ എത്തിയിടെ. പുറത്തോട്ടിറങ്ങില്ല, ഞങ്ങൾ അങ്ങോട്ട് വരും. കരണ്ട മോനെ. ഇതോ അമ്മ മമ്മി ഇതോ നിൽക്കുന്നു, കണ്ടോ? വേണ്ട മോനെ. മോൻ്റെ മമ്മി 2 ദിവസം കഴിയുമ്പം വീട്ടിൽ വരും കേട്ടോ. അന്നേരം നമുക്ക് വീട്ടിൽ വെച്ച് കാണാം. ഒരു വട്ടം അവൻ്റെ അടുത്ത് പോയെന്ന് അവനെ ഒന്ന് ആശ്വസിപ്പിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തൊന്നും വിടാൻ പറ്റില്ല സിസ്റ്റർ.